ഓക്കെ, അടുത്ത നമ്പർ സിസ്റ്റത്തിനെ ബേസ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് n എന്ന് പറയുന്ന ഒരു നമ്പർ ഡി വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 52 വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പറയുന്നത് 7n എന്ന് പറയുന്ന നമ്പർ ഡി വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 54. അങ്ങനെയാണെങ്കിൽ എത്ര പോസിബിൾ വാല്യൂസ് ആണ് ഡിക്ക് വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ആദ്യമേ തന്നെ n എന്ന് പറയുന്ന ഒരു നമ്പർ ഡി വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 52 റിമൈൻഡർ. നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കേസ് 52 റിമൈൻഡർ വരണമെങ്കിൽ നമ്മുടെ നമ്പർ 53 53നേക്കാളും വലിയൊരു നമ്പരോ ആയിരിക്കണം. ഓക്കെ, മിനിമം 53 അല്ലെങ്കിൽ 53നേക്കാളും വലിയൊരു നമ്പർ ആയിരിക്കണം. എന്നെങ്കിൽ മാത്രമേ 52 റിമൈൻഡർ വരൂ. അതിപ്പോൾ നിങ്ങൾ ഇപ്പം 4 വെച്ച് ഡിവൈഡ് ചെയ്യണമെങ്കിൽ 4 വെച്ച് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 3, 2, 1 ഇതേ റിമൈൻഡർ വരും. 10 വെച്ചിട്ടാണെങ്കിൽ 9, 8, 7, 6 അപ് ടു 1 റിമൈൻഡർ വരും. അതുപോലെ തന്നെ 52 റിമൈൻഡർ വരണമെങ്കിൽ ആ നമ്പർ മിനിമം 52, 53 അല്ലെങ്കിൽ 53നേക്കാളും വലിയൊരു നമ്പർ ആയിരിക്കണം. ഓക്കെ, ഇനി പറഞ്ഞിരിക്കുന്നത് ഡി വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 52 റിമൈൻഡർ വന്നു. അതായത് ഡിൻ്റെ ഏതോ ഒരു മൾട്ടിപ്പിൾ പ്ലസ് 52 ആയിരിക്കും എൻ്റെ നമ്പർ. ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ 7 എന്ന് പറയുന്ന നമ്പർ ഡിൻ്റെ വേറെ ഏതോ ഒരു മൾട്ടിപ്പിൾ പ്ലസ് 4 ആയിരിക്കും. ഇത്രയുമാണ് എനിക്കറിയാവുന്നത്. ഇതാണ് പറഞ്ഞിരിക്കുന്നത്, ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ. ഇനി ഇവിടെ 7n ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെ 7n ആക്കി കഴിഞ്ഞാൽ 7 വെച്ച് മൾട്ടിപ്ലൈ ആണ്. ഓക്കെ, ഇവിടെയും 7 k1 എന്നോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മൾട്ടിപ്പിൾ പ്ലസ് 52 ഇൻറ്റു 7. 52 ഇൻറ്റു 7 എന്ന് പറയുമ്പോൾ 364 അവിടെ വരുന്നത്. ഓക്കെ, അവിടെ ആക്ച്വലി 364 ആയിരുന്നു റിമൈൻഡർ വരേണ്ടത്. പക്ഷേ ഇപ്പം 4 ഉള്ളൂ. അതിനർത്ഥം അവിടെ നിന്ന് 360 പോയി. അവിടെ നിന്ന് 360 പോയി. അതെന്തുകൊണ്ടായിരിക്കും 360 പോയിരിക്കുന്നത്? 360 പോകാനുള്ള കാരണം ആ നമ്പറിൻ്റെ ഈ നമ്മൾ പറഞ്ഞ ഡി എന്ന് പറയുന്നത് 360ൻ്റെ ഒരു ഫാക്ടർ ആയിരിക്കും, അല്ലെങ്കിൽ ഡിൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണ് 360. അതുകൊണ്ടാണ് അവിടെ നിന്ന് 360 എലിമിനേറ്റ് ആയി പോയത്. അല്ലെങ്കിൽ റിമൈൻഡറിൽ അവിടെ 364 വന്നേനെ. ഓക്കെ, നമ്മൾ 7n ഇവിടെ 7 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 7n ഇൻറ്റു 52 ഇൻറ്റു 7 എല്ലാം വന്നു. അവിടെ 364 വരണമായിരുന്നു. പക്ഷേ 7n എന്ന് പറയുന്നത് ഡിൻ്റെ ഏതോ ഒരു മൾട്ടിപ്പിൾ പ്ലസ് 4 ആണ് റിമൈൻഡർ വന്നത്. അവിടെ നിന്ന് 360 അടിച്ചുപോയി. അങ്ങനെയാണെങ്കിൽ ഈ 360ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും, ഫാക്ടർ ആയിരിക്കും നമ്മുടെ നമ്പർ. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് 52നേക്കാളും വലിയ ഫാക്ടർ ആവേണ്ടത് അല്ലേ? ആക്ച്വലി അത് നമുക്ക് ഇത് തന്നെ ചെയ്യണം, നോർമലായിട്ട് തന്നെ ചെയ്യണം. പക്ഷേ നമുക്കൊരു എളുപ്പ വഴിയുണ്ട്. അതായത് ഇപ്പോൾ ഒരു ചെറിയ ഫാക്ടർ, അതായത് ഞാനിപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ 360ൻ്റെ ഒന്നാമത്തെ ഒരു ഫാക്ടറാണ് 1 ഇൻറ്റു 360. ഓക്കെ, അതായത് ഇവിടെ ഞാൻ ചെറിയ നമ്പർ എടുക്കുമ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വലിയ നമ്പർ വരുന്നുണ്ട് അല്ലേ? അപ്പോൾ അടുത്ത ഞാൻ നോക്കി 2 120. അടുത്ത 3 360 വരണമെങ്കിൽ 2 180. 3 120. അടുത്ത 4 90. 5 എത്ര വരും? നമുക്കാണെങ്കിൽ 72 വരും. 5 72. 6 ആണെങ്കിൽ 60 വരും. ഇനി 7 വരത്തില്ല. 8 വരുമോ? 8 അല്ലെങ്കിൽ 8 എടുത്തു കഴിഞ്ഞാൽ എത്ര വരും? 8 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വരാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 360/8. 360/8 എന്ന് പറയുമ്പോൾ എത്ര വരും? 45 വരും. 45 വരും. ആക്ച്വലി ഇനി നമുക്ക് അങ്ങോട്ടേക്ക് നോക്കണ്ട. കാരണം എന്താ? ഇനി അങ്ങോട്ടേക്ക് വരുമ്പോൾ ഈ ഒരു വാല്യൂ കൂടി വരും. അതിനനുസരിച്ച് ഈ ഒരു വാല്യൂ കുറഞ്ഞു വരും. ഇപ്പം 45 45നേക്കാളും കുറവായിരിക്കും. നമുക്ക് ആക്ച്വലി വേണ്ടത് ഈ 360ൻ്റെ ഫാക്ടർ അതേസമയം 52നേക്കാളും വലുതായിരിക്കണം. സോ ഒരെണ്ണം 360 വരും, ഒരെണ്ണം 180 വരും, ഒരെണ്ണം 120 വരും, ഒരെണ്ണം 90 വരും, ഒരെണ്ണം 72 വരും, ഒരെണ്ണം 60 വരും. ഇതിനേക്കാളും കൂടുതലൊന്നും ഇതിൻ്റെ അപ്പുറത്തോട്ടൊന്നും വരത്തില്ല. സോ അങ്ങനെ മൊത്തം ഡിക്ക് പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് 6 എണ്ണമായിരിക്കും വരുന്നത്. ഡിക്ക് പോസിബിൾ ആയിട്ട് വരുന്ന വാല്യൂസ് 6 എണ്ണമായിരിക്കും വരുന്നത്. സോ 6 ആയിരിക്കും ഇതിൻ്റെ ഫൈനൽ ആൻസർ.